ഐതിഹാസിക ക്രോധമെന്ന് അമേരിക്ക പേരിട്ടിരിക്കുന്ന ഇറാൻ ആക്രമണം 30 ദിവസം നീളുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. 3 ദിനം പിന്നിടുമ്പോൾ തന്നെ അതിന്റെ സീമകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. ആദ്യ ദിനം ഇറാനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിന് നേർക്ക് ബോംബിട്ടാണ് ഇസ്രയേൽ നരനായാട്ട് തുടങ്ങിയത്. ഗസയിൽ എന്ന പോലെ ടെഹ്റാനിലെ ആശുപത്രികളെയും വെറുതെ വിടുന്നില്ല. അതീവ പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്ററുകളടക്കം ഉപയോഗിച്ചാണ് അമേരിക്കയുടെ പ്രഹരം. വലിയ ആശങ്കയ്ക്ക് വക നൽകി നഥാൻസിലെ ആണവ കേന്ദ്രവും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. കണ്ണും പൂട്ടിയുള്ള ഇറാന്റെ തിരിച്ചടിയും ഉണ്ടാക്കുന്ന ആശങ്കകൾ ചെറുതല്ല. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖന്നേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയൊന്നാകെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഖത്തറിലും സൗദിയിലും ഒമാനിലും UAEയിലും ബഹ്റൈനിലുമെല്ലാം തുടരെ ആക്രമണങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മാത്രമല്ല, സാധാരണക്കാർ താമസിക്കുന്ന ഹോട്ടലുകൾ വരെ ലക്ഷ്യം വെച്ചു. ഒരു പടി കൂടി കടന്ന് ഗൾഫ് മേഖലയെ പൂർണ്ണമായും അസ്ഥിരപ്പെടുത്തുന്ന തരത്തിൽ റിഫൈനറികളും റിഗുകൾക്കും എണ്ണ ടാങ്കറുകൾക്കും നേരെ ആക്രമണമുണ്ടായി. അരാംകോയിലും ഖത്തറിലെ മിസൈദിലും റാസ് ലഹാനിലുമൊക്കെ ഇറാൻ ആക്രമണം നടത്തി. ഒരർത്ഥത്തിൽ ഇസ്രയേലിനേക്കാൾ ഇറാൻ നിരന്തരം ആക്രമിച്ചത് GCC രാജ്യങ്ങളെയാണ്. 80 ലക്ഷത്തിലേറെ മലയാളികളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ. സർവം മറന്നുള്ള ഈ ആക്രമണങ്ങൾ ചെറുതല്ലാത്ത ഭീതി സൃഷ്ടിക്കുന്നു. ഇതിനോടകം ഒരു ഇന്ത്യക്കാരന് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 2 പേരെ കാണാനുമില്ല. മലയാളികൾ അടക്കം പരിക്കേറ്റവരായുണ്ട്. സൗഹൃദ രാജ്യങ്ങളെ കടന്നാക്രമിക്കുന്നതിലൂടെ ഇറാന്റെ സമ്മർദ്ദതന്ത്രം ഫലിക്കുമോ? പ്രതികാരത്തീയോ എന്നതാണ് ചോദ്യം.